പ്രിയപ്പെട്ടവരെ, വളരെ ലബ്ധപ്രതിഷ്ഠരായ മനുഷ്യർ എനിക്ക് മുൻപേ ഇവിടെ MT വാസുദേവൻ നായരുടെ സാന്നിധ്യത്തെക്കുറിച്ച്, സാംസ്കാരികമായ പ്രസക്തിയെക്കുറിച്ച് ഒക്കെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ആലങ്കോട് മാഷെ പോലൊരാൾ വളരെ ഹൃദയസ്പർശിയായി അത് പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞിടത്തു നിന്നും പിന്നെ എനിക്ക് MTയെക്കുറിച്ച് പ്രത്യേകിച്ച് നിർവചനാത്മകമായ ഒരു കാര്യവും പറയാനില്ല. അതിനുള്ളൊരു അർഹത എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ ഒരു പിന്മുറക്കാരി എന്ന നിലയിൽ MTയുടെ കഥകളും നോവലുകളും ഒക്കെ വായിച്ചു തീർത്ത കൗമാരത്തിൻ്റെ ഓർമ്മയിൽ എനിക്കിവിടെ സൂചിപ്പിക്കാൻ, വളരെ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. MTയുടെ ക്രാഫ്റ്റിനെ പറ്റി ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. MTയുടെ മാത്രമല്ല, MTയുടെയും മാധവിക്കുട്ടിയുടെയും ഒരളവോളം ടി പത്മനാഭൻ്റെയും ഒക്കെ കഥകളുടെ ക്രാഫ്റ്റ് ചില സവിശേഷതകളുള്ളതാണ്. അതിൽ MT ആണ് ഏറ്റവും, ഞാൻ ഈ പറയുന്ന കാര്യം ഏറ്റവും എന്താ പറയുക, അതിന് എനിക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന തെളിവുകൾ ഇഷ്ടം പോലെ തന്നിട്ടുള്ള ആൾ. അതായത് ഈ നമ്മുടെ സമൂഹം നവോത്ഥാന ഒരു ചരിത്രത്തിൽ നിന്ന് മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് മാറുന്ന, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് മാറുന്ന, അല്ലെങ്കിൽ അങ്ങനൊരു നിർമ്മിതിയിലേക്ക് മാറുന്ന ഒരു കാലത്ത് നമ്മുടെ ഒരു ഫ്യൂഡൽ ജാതി വ്യക്തിത്വ, ജാതി പാരമ്പര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുകിടന്നിരുന്നതും അതിൽ നിന്ന് പുറത്തു കടന്നിരുന്നതും അതിനെ മനഃപൂർവ്വം ഉപേക്ഷിച്ചവരും അതിൽ കിടന്ന് കൈകാലിട്ടടിച്ചവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരുണ്ട്. അത് ജാതി മാത്രമല്ല, അത് എല്ലാ തരത്തിലുള്ള വൈവാഹിക ബന്ധങ്ങളും പ്രോപ്പർട്ടി റിലേഷൻസും ഇതുമൊക്കെ ബന്ധപ്പെട്ട തർക്കങ്ങളും എല്ലാം അതിൽ ചേരും. ഇതിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. നാട് പെട്ടെന്ന് 56 കേരളം ഉണ്ടായി. ഭരണഘടന 48 തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെ നമുക്കൊരു ഭരണഘടന ഉണ്ടാവുന്നു, ജനാധിപത്യത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. പക്ഷേ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റണതല്ല ഒരു വിപ്ലവവും. ഒരു വ്യക്തിയെ കൊണ്ടോ ഒരു നിമിത്തം കൊണ്ടോ ഒരു മുഹൂർത്തം കൊണ്ടോ ഒരു രാജ്യത്തിൻ്റെയും ചരിത്രം നിർമ്മിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ ട്രാൻസിഷനിൽ എങ്ങനെയാണ് വൈകാരികമായി ഒട്ടനവധി കാര്യങ്ങൾ അൺസെറ്റിൽഡായിട്ട് കിടന്നു. അപ്പോൾ നമ്മൾ കഥ എഴുതുമ്പോൾ വൈകാരികമായൊരു സോഷ്യൽ സ്കൾപ്ചർ ഹ്യൂമൻ ബോഡി കൊണ്ട് നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് അക്കാലത്ത് MT അടക്കമുള്ള മനുഷ്യർക്ക് വളരെ പ്രധാനമായി തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് നമുക്കത് പ്രധാനമല്ല. ഇന്ന് മനുഷ്യർ അപ്പാടെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ള സമരങ്ങളാണ് നമുക്ക് പ്രധാനം. മനുഷ്യരുടെ വൈകാരികത അതിന് അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്ന പോലെ അതൊട്ടും വിശ്വസ്തനായിട്ടുള്ള ഒരു ടൂളല്ല വൈകാരികത. പക്ഷേ ഹ്യൂമൻ ബോഡി വളരെ പ്രധാനമാണ് ഇന്ന് നമുക്ക്. കാരണം നമ്മളുടെ വളരെ വ്യത്യസ്തമായ പല രീതിയിലുള്ള സോഷ്യൽ പ്രാക്ടീസസും പ്രതിരോധ സമരമുറകളും ഭരണമുറകളും ഒക്കെയാണ് നമ്മൾ പരിചയിക്കുന്നതും പരീക്ഷിക്കുന്നതും. പക്ഷേ ഈ നമുക്കും ഒരുപക്ഷെ കലാചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടത്, സോഷ്യൽ സ്കൾപ്ചർ എന്നുള്ള പദം അയാളിൽ നിന്നാണ് ഞാൻ കടമെടുക്കുന്നത്. ജോസഫ് ബേസ് എന്ന് പറഞ്ഞൊരാളാണ്. ഈ ജോസഫ് ബേസ് മനുഷ്യർ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളെ പല രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ട് നമ്മുടെ MTയെ പോലെ. MTയുടെ ഓരോ കഥയിലും ഓരോ കഥാപാത്രവും ഒരു ഇമോഷണൽ സ്കൾപ്ചറാണ്, ഒരു വൈകാരിക ശില്പമാണ്. വൈകാരിക ശരീരങ്ങൾ കൊണ്ടാണ് ശരിക്കും ഈ ആ കാലത്തെ കഥാകാരന്മാരെല്ലാം പ്രവർത്തിച്ചത്. ഒരു പക്ഷേ MTയേക്കാൾ വളരെ വ്യത്യസ്തമായിട്ടാണ് കമലാദാസ് മാധവിക്കുട്ടി പ്രവർത്തിച്ചത്. മാധവിക്കുട്ടിക്ക് പിന്നെ 1 അല്ല 3 ഉണ്ടല്ലോ മുഖം. അതിൽ മാധവിക്കുട്ടി എന്ന് പറഞ്ഞ മുഖം പ്രവർത്തിച്ചത്. മാധവിക്കുട്ടി എന്താണോ MTയിൽ വേണ്ടത്ര ശ്രദ്ധ പറ്റാതെ കിടന്നത്, ആ പോർഷൻ മാധവിക്കുട്ടി നന്നായി ഒന്ന് അങ്ങോട്ട് കൊടുത്തു, നന്നായി രൂപപ്പെടുത്തി കൊടുത്തു. സത്യത്തിൽ ഇവർ രണ്ടും ചെയ്തത് ഈ പറയുന്ന ഇമോഷണൽ സ്കൾപ്ചറിങ് ആണ്. ഈ സ്കൾപ്റ്റിങ് ആ കാലഘട്ടത്തിൽ ഇവർ ചെയ്തു വെച്ചതിൽ ഗംഭീര സൗന്ദര്യമുണ്ട്, അസലായിട്ടുള്ള പണിക്കുറയുമുണ്ട്. പക്ഷേ ഈ പണിക്കുറകളാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും നമ്മൾ കാണണമെങ്കിൽ ഈ മനുഷ്യരെ അവരുടെ
ക്രാഫ്റ്റിൽ തന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എം ടി എന്താണെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇന്നിവിടെ സാഹചര്യവശാൽ ഇവിടെ വന്ന സമയത്ത് എം ടിയുടെ സൗണ്ട് ഇവിടെ കേട്ടിരുന്നു, റെക്കോർഡഡ് സൗണ്ട്. മരിച്ചാലും നമ്മുടെ ഇടയിൽ സൗണ്ടായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ വാക്കാണ് നമ്മുടെ പണിയായുധം. സാഹിത്യകാരന് പണിയായുധവും പണിത്തരവും ഒന്ന് തന്നെയാണ്. ഈ കലയിൽ വരുമ്പോൾ നമ്മൾ ഈ പെയിൻറ്റിങ്ങും സ്കൾപ്ചറും ഒക്കെ ചെയ്യുമ്പോൾ പണിയായുധവും പണിത്തരവും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുക. പക്ഷേ ഈ സാഹിത്യകാരൻ അങ്ങനെയല്ല, ഇത് രണ്ടും ഒന്നാ. എത്ര മർമ്മത്തിലാണ്, എൻ്റെ മർമ്മത്തിലാണ് അത് കൊണ്ടത്. എം ടി ഏതോ ഒരു പ്രസംഗത്തിൽ, ഞാൻ കേട്ടിട്ടില്ല, എപ്പോഴോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കേട്ടുകൊണ്ട് ഇങ്ങോട്ട് കയറി വരികയാണ് ചെയ്തത്. ഇതാ പറഞ്ഞേ, മനുഷ്യർ മരിക്കുന്നൊന്നുമില്ല. മനുഷ്യർ പിന്നീട് വരുന്ന തലമുറകളിൽ ഇങ്ങനെ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കും. നമ്മൾ നന്നായി ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ശബ്ദം ഡോക്യുമെൻ്റ് ചെയ്തത് കൊണ്ടല്ലേ എനിക്കിന്നത് കേൾക്കാൻ പറ്റിയത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്ന പോയിൻ്റ് അറിഞ്ഞിട്ടെന്ന പോലെ എം ടി അപ്പുറത്തിരുന്ന് പറഞ്ഞ പോലെ തോന്നിയത്. കാരണം പണിയായുധവും പണിത്തരവും ഒന്നു തന്നെ ആയിരിക്കുന്ന വാക്കുകൊണ്ട് ഒരു ഇമോഷണൽ സ്കൾപ്ചർ ഉണ്ടാക്കിയ, അങ്ങനെ ജീവിത കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയ, ആ ജീവിത കഥാപാത്രങ്ങളുടെ ഗുണദോഷങ്ങളെല്ലാം ഒരുമിച്ച് അനുഭവിച്ച ഒരു എഴുത്തുകാരനാണ്. ഒരു പക്ഷേ എം ടിയുടെ മൗനങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരു പക്ഷേ ആ റിയലിസത്തിൻ്റെ ചില തോൽവികളൊക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവാം. ഇല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? കാരണം കണ്ടത് മാത്രമല്ലല്ലോ ജീവിതം. ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം പിടിച്ചാൽ കയ്യിൽ വഴങ്ങില്ല, വരാലും മാതിരി ഇങ്ങനെ ചാടിപ്പോവും. എം ടിയുടെ എല്ലാ കഥയിലും ഈ കഥാപാത്രങ്ങൾ ഇമോഷണൽ സ്കൾപ്ചേഴ്സ് അൺഫിനിഷ്ഡ് ആണ്. അത് എം ടി ഒരിക്കലും ഒരാളെയും ക്ലിയർ ആയിട്ട് ഫിനിഷ് ചെയ്ത് തന്നിട്ടില്ല. എവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മളെ ചേർത്ത് വെച്ച് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് കളിക്കാം. ഞാൻ അപ്പുണ്യാണെന്ന് തോന്നാം എന്നൊക്കെ പറഞ്ഞല്ലോ ഇവിടെ. ഈ ഒരു ഇത് അങ്ങനെ ഒരു സ്കൾപ്ചറായിട്ടുണ്ട്, അൺഫിനിഷ്ഡ് സ്കൾപ്ചറാണ്. അവിടെയാണ് എം ടി ഒരു ആധുനികനാവുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ആധുനികത ശരിക്കും പറഞ്ഞാൽ കലയിലുള്ള ആധുനികത എന്ന് പറയുന്നത് ഈ റെപ്രസെൻറ്റേഷണൽ റിയലിസത്തിൽ നിന്ന് അതിനങ്ങനെ തന്നെ ബ്രേക്ക് ചെയ്ത ഒന്നായിരുന്നു എം ടിയുടെ നല്ല നല്ല കാലത്ത്, വളരെ യൗവനകാലത്തൊക്കെ. പക്ഷെ ആ അമൂർത്തതയൊന്നും നമ്മുടെ അവിടെ വേവില്ല. അദ്ദേഹം പറഞ്ഞ പോലെ സ്വന്തം തട്ടകത്തിലെ ഭഗവതിയെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ദൈവം വേണമെങ്കിൽ ഇല്ലാണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. എം ടി അതുപോലെ തന്നെ വ്യത്യസ്തമായൊരു ഹ്യൂമനിസം നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന സമയമായിരുന്നു എം ടിയുടെയൊക്കെ. അതുകൊണ്ടാണ് ദൈവത്തോട് മനുഷ്യനോടെന്ന പോലെ സംസാരിച്ചത്. മനുഷ്യനെ തുപ്പും പോലെ എന്ന് ആട്ടാൻ പറ്റിയത് ദൈവത്തെയും ഭഗവതിയെയും. പക്ഷെ അപ്പോഴും തട്ടകം മായില്ല. ഈ തട്ടകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്കങ്ങനെ ഫ്യൂഡലിസത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് എടുത്താൽ പിടിച്ചോന്ന് പിറ്റേ ദിവസം നമുക്ക് നിയമം മാറിയെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. അതാണ് സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ നിർമ്മിതി. അതിന്നും നമ്മുടെ പ്രശ്നമാണ്. ഒരുപക്ഷെ ഇന്നും നമ്മുടെ ഉള്ളിൽ വേവാതെ കിടക്കുന്ന പാതിവെന്ത ആധുനികത ഇന്നും നമ്മുടെ ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ ആ പ്രശ്നത്തെ ഇന്നും നമ്മൾ നേരിടുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശരീരം ഒട്ടാകെ മുമ്പിൽ കൊണ്ടുവന്നു എന്നുള്ള പലതരം രാഷ്ട്രീയം കൊണ്ടാണ്. ഒരുപക്ഷെ അത് കൊണ്ടാണ് നമ്മൾ ഇന്ന് നവോത്ഥാന കാലത്തെ പിന്നെയും വായിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പുതിയൊരു കാലത്തെ നിർമ്മിക്കാനുള്ള പരിശ്രമത്തിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുൻപേ പോയ മഹാരഥനായിട്ടുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ എസ്തെറ്റിക് ക്രാഫ്റ്റിലാണ് ഫോക്കസ് ചെയ്യാൻ ഇഷ്ടം. അത് നോക്കുമ്പോൾ എനിക്ക് ഇന്നും എൻ്റെ കയ്യിലുള്ള പണിക്കുറകൾ ബോധ്യപ്പെടുന്നു. എനിക്കിനി മുന്നോട്ട് ചെയ്യാൻ എന്ത് എന്നും ബോധ്യപ്പെടുന്നു. അത് സാഹിത്യത്തിൻ്റെ ഒരു മേധാവിത്വത്തിൻ്റെ രൂപത്തിലല്ല. എം ടിയിൽ നിന്ന് ലഭിച്ചതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ തന്നെ ക്രിട്ടിക്കലായിട്ടുള്ള എലമെൻറ്റുകൾ വയ്ക്കുന്ന ഒരു ആധുനികതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടൊരു എഴുത്തുകാരനാണ് എം ടി. ആ വളരെ മിനിമം വാചകങ്ങളിൽ പറഞ്ഞാൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് എം ടി. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഫിക്ഷണൽ ക്രാഫ്റ്റ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകളുടെ സാഹചര്യങ്ങൾ, ആ സന്ദർഭങ്ങൾ, ആ റിയലിസം, ആ വിശദാംശങ്ങൾ എൻ്റേതല്ല. ഒരു പക്ഷേ ആ വിശദാംശങ്ങളിലൊക്കെ ഒരു പുതുമയും എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടില്ല പിന്നീട് വായിക്കുമ്പോൾ. പക്ഷേ ആ ക്രാഫ്റ്റ് അവിടെ നിൽക്കുന്നു. അതാണ് കലയുടെ വലിയ ലക്ഷണം. ഇത് ഓർത്തുകൊണ്ട് ഈ നേരം എം ടി വാസുദേവൻ നായരെ വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും.